إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله സത്യവിശ്വാസികളെ വിശ്വാസികളാണ് അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഓരോ ചരിത്രങ്ങളിലും വ്യക്തമായ ഗുണപാഠങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനൻ നാസ്, ആ കാലഘട്ടങ്ങളെ ചരിത്രങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്കിടയിൽ അതിനെ നുദാവിലു എന്നാണ്, ദൽവ് എന്ന വക്കറ്റാണ്, താവുകയും പൊന്തുകയും ചെയ്യും, അഥവാ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. ഇന്നുള്ള സുഖം ഇന്ന് സുഖിക്കുകയും ആനന്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി പ്രയാസപ്പെടുകയും കഷ്ടപ്പെടുന്ന ആളുകളുമാക്കി മാറ്റുന്ന അവസ്ഥയുണ്ടാകുമെന്നും, അതേപോലെ തന്നെ തിരിച്ചും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളിലുമായി കഴിയുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സുഖങ്ങളും അതേപോലെ സന്തോഷങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് അല്ലാഹു വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനൻ നാസ്, ബദറും ഉഹുദും കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു ആ കാര്യത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രാവശ്യം അവർക്കാണ് യുദ്ധത്തിൽ മുറിവേറ്റതെങ്കിൽ പിറ്റേത്തെ വർഷത്തിൽ അത് ശത്രുക്കളായ ആളുകൾക്കാണ് മുറിവേറ്റിരുന്നത്. മാത്രമല്ല പരാജയം വന്നു. ആ വിഷയത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനൻ നാസ്, കാലഘട്ടങ്ങളിൽ തിരിച്ചും മറിച്ചുമെല്ലാം വരുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചരിത്രം കൃത്യമായി നമ്മുടെ മുമ്പിൽ വിശദമായി പഠിപ്പിച്ചു തന്നിട്ട്, അതാണ് ഈജിപ്തിൽ ഫറോവ എന്ന ഒരു ചക്രവർത്തിയെ കുറിച്ച്. നാട്ടിലുള്ള ആളുകളെ മുഴുവൻ പല വിഭാഗങ്ങളാക്കി തിരിക്കുകയാണ് അയാൾ ചെയ്തത്. അങ്ങനെയുള്ള ആളുകൾ ബനൂ ഇസ്രായേലിനെ ദുർബലരായ ആളുകളായി കാണുകയും ആ രൂപത്തിൽ അവരെ അടിച്ചമർത്തുകയും ചെയ്തിട്ടുള്ളവരാണ്. മാത്രമല്ല ഇത് ഹബീല ഫിർഔന ഇന്നഹു തഗാ, അവൻ അതിക്രമകാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയാ, നാട്ടിൽ ഔന്നിത്യം കാണിക്കുകയും ജനങ്ങളെ പല വിഭാഗങ്ങളാക്കി തിരിക്കുകയും ചെയ്തിട്ടുള്ള ഫറോവ. അങ്ങനെയുള്ള ആ ഫിർഔൻ
അവന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും അതിന്റെയൊക്കെ ഏത് രൂപത്തിലാണ് ആളുകൾ ജീവിക്കുന്നതെങ്കിൽ അവർക്ക് അതിന് ശേഷം വന്ന പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ ആയത്തുകളിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം, ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞിടത്തു വലഖദ് അർസൽനാ മൂസ ബിആയാതിനാ അൻ അഖ്രിജ് ഖൗമക മിനദ്ദുലുമാതി ഇലൻ-നൂർ വദക്കിർഹും ബിഅയ്യാമില്ലാ. വലഖദ് അർസൽനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം പറഞ്ഞയച്ചു, പ്രവാചകനായിക്കൊണ്ട് പറഞ്ഞയച്ചു. എന്തിനാണ് പറഞ്ഞയച്ചിരിക്കുന്നത്? നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളുമായി വന്നു. എന്തിനു വേണ്ടി? അൻ അഖ്രിജ് ഖൗമക മിനദ്ദുലുമാതി ഇലൻ-നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. രണ്ടാമതായി മൂസാ നബിയുടെ ധർമ്മമായിട്ടുള്ളത്, ഉത്തരവാദിത്തമുള്ളത് വദക്കിർഹും ബിഅയ്യാമില്ലാ, വദക്കിർഹും അവരെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം. ബിഅയ്യാമില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സുഖ സൗകര്യങ്ങളെ കുറിച്ച്, നിഅമത്തുകളെ കുറിച്ച്, അവർ ജീവിച്ച ആ ദിനങ്ങളെ കുറിച്ചെല്ലാം തന്നെ അവരെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യണമെന്നാണ്. വദക്കിർഹും ബിഅയ്യാമില്ലാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. തീർച്ചയായും അവരുടെ ചരിത്രങ്ങളിൽ അതെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൽ വ്യക്തമായ ക്ഷമ കൈക്കൊള്ളുന്നവരായ ആളുകൾക്ക്, അതേപോലെ തന്നെ നന്ദി ഉൾക്കൊണ്ടുകൊണ്ട്, നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ട് ജീവിച്ച ആ സമൂഹം ഫിർഔനിന്റെ അക്രമങ്ങളിൽ, അനീതിയിൽ മനംനൊന്തുകൊണ്ട് ജീവിച്ചവരായ ആളുകളെ വതമ്മത് കലിമതു റബ്ബികൽ ഹുസ്നാ അലാ ബനീ ഇസ്രാഈല ബിമാ സബറു വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔനു വഖൗമുഹു വമാ കാനൂ യഈശൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്, വതമ്മത് കലിമതു റബ്ബികൽ ഹുസ്നാ അലാ ബനീ ഇസ്രാഈൽ. അല്ലാഹുവിന്റെ ഏറ്റവും ഉത്തമമായ വചനങ്ങൾ അത് സത്യസന്ധമായി പുലരുകയാണ് ചെയ്തിരിക്കുന്നത്. അതെന്താണ്? അക്രമികളെ നശിപ്പിക്കപ്പെടുമെന്നുള്ളതാണ്. ആരും തന്നെ എന്ത് തന്നെ അക്രമങ്ങൾ ചെയ്താലും ആ അക്രമികളെ നശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും അനീതി ചെയ്യുകയും ചെയ്യില്ല എന്നുമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു നീതി മാത്രം പ്രവർത്തിക്കുന്നവനാണ്, അനീതി ഒരാളോടും ചെയ്യുകയും ചെയ്യില്ല. ആരെങ്കിലും അനീതികളും അക്രമങ്ങളിലും ജീവിക്കുന്നുണ്ടോ എങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ, ഈ ലോകത്തോ ഒരുപക്ഷെ പരലോകത്തെന്തായിരുന്നാലും അവർക്ക് ശക്തമായ ശിക്ഷകൾ ഏൽക്കേണ്ടി വരുമെന്നുള്ളതും ഖുർആനിൽ നിന്നും അതേപോലെ തന്നെ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അല്ലാഹു പറഞ്ഞു, വതമ്മത് കലിമതു റബ്ബികൽ ഹുസ്നാ, ഏറ്റവും സത്യസന്ധമായ വാക്കുകൾ പൂർത്തീകരിക്കുകയാണ് ചെയ്യുക. ആർക്കാല? ബനീ ഇസ്രാഈൽ, ബനൂ ഇസ്രായേൽ സന്തതികളിൽ. അത് പൂർണ്ണമായി എന്നാണ്. എന്ത് കാരണത്താലാണ് അവർക്ക് പൂർണ്ണമായത്? ബിമാ സബറു, അവർ ക്ഷമിച്ച കാരണത്താൽ എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ക്ഷമ കൊണ്ടാണ്. പ്രയാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. നമുക്കറിയാം. അതേപോലെ അവരിൽ ആൺകുട്ടികളെ കൊല്ലുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അക്രമങ്ങൾ കൊണ്ട് ജീവിച്ച ഒരു കാലഘട്ടം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടോ ഇല്ലാതായിക്കൊണ്ട് സന്തോഷകരമായ ഒരവസ്ഥ നിങ്ങൾക്ക് വരും എന്ന് അല്ലാഹു സന്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വതമ്മത് കലിമതു റബ്ബികൽ ഹുസ്നാ അലാ ബനീ ഇസ്രാഈൽ, ബനൂ ഇസ്രായേലിൽ ആ സത്യസന്ധമായ വാക്ക് അവിടെ പുലരുകയാണ് ചെയ്യുന്നത്. എന്ത് കാരണത്താലാണ്? ബിമാ സബറു, അവർ ക്ഷമിച്ച കാരണത്താലാണ്. വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔൻ, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. ഫിർഔൻ ഉണ്ടാക്കിയതായ കാര്യങ്ങളും അതേപോലെ തന്നെ അവരുടെ സമൂഹങ്ങൾ ഉണ്ടാക്കിയതിനെയും വമാ കാനൂ യഈശൂൻ, അവർ പടുത്തുയർത്തിക്കൊണ്ടിരുന്നതിനെയൊക്കെ നശിപ്പിച്ചു കളയുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇപ്പൊ ആയത്ത് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിലുള്ളത്? ആരും ഇവിടെ അഹങ്കരിച്ചിട്ടോ അതിലെ അക്രമികളായി ജീവിച്ചിട്ടോ ഒന്നും ഇവിടെ എന്തെങ്കിലും കൊണ്ടുപോകാൻ കഴിയില്ല. മറിച്ച് അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്ന, മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാകുമെന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി ഫിർഔനിന്റെയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ചരിത്രത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്ന ആ കാലഘട്ടത്തിൽ ആൺകുട്ടികളെ കൊല്ലുന്ന കാലഘട്ടമാണ്.
അന്ന് രാജാവാണ് കൽപ്പന കൊടുക്കുന്നത്. അതൊക്കെ നോക്കുവാനും എല്ലാത്തിനും പട്ടാളക്കാരുമുണ്ട്. എന്നിട്ടും അവിടെ ബനൂ ഇസ്രായേലിലെ മകനായിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരുകയാണ്. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർദിഇ ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർദിഇ. കുട്ടിയെ പ്രസവിച്ച സമയത്ത് ഇതൊക്കെ നമ്മളൊരു ചരിത്രം കേട്ട പോലെ ഒരു കഥ കേട്ടു പോകാനല്ല, മറിച്ച് എന്റെ രക്ഷിതാവായ പടച്ച റബ്ബ് അല്ലാഹുവാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ഓരോ കാര്യവും അല്ലാഹുവിന്റെ നിയമപ്രകാരമാണ് ഇവിടെ നടക്കുക എന്നുള്ളതുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, കറകളഞ്ഞ ഒരു വിശ്വാസമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. നോക്കൂ, നിങ്ങൾ ഉമ്മയോട് പറഞ്ഞത്, മൂസാ നബിയുടെ ഉമ്മയോട് പറഞ്ഞത് വഔഹൈനാ ഇലാ ഉമ്മി മൂസാ. മൂസാ നബിയെ പ്രസവിച്ച സന്ദർഭത്തിൽ മൂസാ നബിയുടെ ഉമ്മയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദേശം നൽകി, നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ കുട്ടിക്ക് മുലമെടുത്തുകൊണ്ട് നിങ്ങൾ വളർത്തുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ ഫിറഔൻ കൊല്ലില്ല, ഫിറഔൻ വന്നുകൊണ്ട് മൂസാ നബിയെ ആക്രമിക്കുകയില്ല. അല്ലാഹുവാണ് സംരക്ഷിക്കുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഓർഡറാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിന് ഭയമാണ്. വലാ തഖാഫി വലാ തഹ്സനി എന്നാണ്. വഇദാ ഖിഫ്തി എന്ന് പറഞ്ഞു. നിനക്ക് ഭയമാണെങ്കിലാണ് പെട്ടിയിലാക്കിക്കൊണ്ട് പുഴയിലിടാൻ പറഞ്ഞിട്ടുണ്ട്. വലാ തഖാഫി വലാ തഹ്സനി. ഇനി പെട്ടിയിലിട്ടുകൊണ്ട് പുഴയിലിട്ടാലും അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന ഭയവും നിനക്ക് വേണ്ട. ഇന്നാ റാദൂഹു ഇലൈകി. ആ കുട്ടിയെ നിന്റെ അടുക്കലേക്ക് തന്നെ ഞാൻ മടക്കി തരുന്നതാണ്. അല്ലാഹുവിന്റെ സന്ദേശമാണ്. അദ്ദേഹത്തെ നാം പ്രവാചകനാക്കുകയും ചെയ്യുമെന്ന്. അത് സംഭവിച്ചു. അവരുടെ കുടുംബമാണ് കുട്ടിയെ കൊണ്ടുപോയത്. കടലിൽ നിന്ന് പുഴയിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നത്. വളരുന്നത് അവിടെയാണ്. നോക്കൂ നിങ്ങൾ, പടച്ച റബ്ബിന്റെ അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് ലോകത്ത് നടക്കുക എന്നുള്ളത് നമ്മളെ മുമ്പിൽ ബോധ്യപ്പെടുത്തി തരുന്ന സംഭവമാണ്. അതിനുശേഷം കഥകളൊക്കെ കുറെ നമുക്കറിയാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔനിന്റെ കൊട്ടാരത്തിലെ പ്രധാനികളുമായി സംസാരിക്കുന്ന ഒരു സംസാരം സൂറത്ത് ഗാഫിറിൽ അല്ലാഹു നമുക്ക് വിശദീകരിച്ചു. ആ ചരിത്രത്തിൽ കൃത്യമായി കൊണ്ട് തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് ഫിറഔനിന്റെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സംഭവിച്ച ചില പ്രശ്നങ്ങളെ കുറിച്ച് ഖുർആൻ നമ്മൾ മുമ്പിൽ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഫിറഔൻ പറഞ്ഞത് ദറൂനി അഖ്തുൽ മൂസ എന്നാണ്. മൂസയെ നിങ്ങൾ എനിക്ക് വിട്ടുതരൂ, ഞാൻ അവനെ കൊല്ലട്ടെ എന്നാണ്. ദറൂനി അഖ്തുൽ മൂസ വലയദഉ റബ്ബ. അവൻ അവന്റെ രക്ഷിതാവിനെ വിളിക്കട്ടെ, ഞാൻ അവനെ കൊല്ലുകയാണെന്നാണ്. ഞാൻ നിങ്ങളുടെ മതത്തെ അവൻ കേടുവരുത്തുമെന്നുള്ളത്, മാറ്റം വരുത്തുമെന്നുള്ളത് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മൂസാ നബിയെ കൊല്ലാനാണ്. മൂസാ നബിക്ക് പേടിയാവുന്നത്. ഖാല മൂസ ഇന്നി ഉത്തു ബി റബ്ബി വറബ്ബികും മിൻ കുല്ലി മുതകബ്ബിരിൻ. ഞാൻ കാവലിനെ തേടുകയാണെന്ന്. ആരിലാണ് കാവലിനെ തേടിയത്? റബ്ബി വറബ്ബികും, എന്റെ റബ്ബിലും നിങ്ങളുടെ റബ്ബിലും ഞാനിതാ കാവലിനെ തേടുകയാണ്, ശരണം തേടുകയാണ്. മിൻ കുല്ലി മുതകബ്ബിരിൻ, എല്ലാ മുതകബ്ബിറായ അഹങ്കാരികളായ ആളുകളിൽ നിന്നും എന്നാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു. എത്ര തന്നെ വലിയ ശത്രുത ഉണ്ടായിട്ടും രക്ഷിതാവിൽ അഭയം തേടിയാൽ അവിടെ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹുവിന്റെ സംരക്ഷണം നമുക്ക് കാണിച്ചു തരികയാണ്. ആ സന്ദർഭത്തിൽ തന്നെ അവിടെ ആ കൊട്ടാരത്തിൽ ഒരാൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. താനുണ്ടായി എന്നല്ല ഇതർത്ഥം, മറിച്ച് ഒരു കൊട്ടാരത്തിലെ ഒരു മനുഷ്യൻ പറഞ്ഞു, വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാന അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. അവരെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചെടുത്താണ് ഒരാൾ, ഈമാൻ ഒളിപ്പിച്ചു വെച്ച ഒരാൾ. മൂസാ നബിയെ വിശ്വസിച്ച വിശ്വാസിയാണ്, പക്ഷേ അതാർക്ക് അറിയില്ല. അദ്ദേഹം പറയാണ്, അതഖ്തുലൂന റജുല, നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ? അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്നെ വളർത്തി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാവ്, ആ രക്ഷിതാവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ
നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലുകയാണോ എന്നാണ്. ഇന്ന് നമ്മളിൽ പല ആളുകൾക്കും ഇതാണ് അവസ്ഥയുള്ളത്. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, മറ്റൊരാളെയും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ നാടുകളിൽ നമുക്കറിയാം, പണ്ട് അവരുടെ നാടുകളിൽ സംഭവിച്ചതുപോലെ അല്ലെങ്കിലും ഇന്ന് നമ്മുടെ നാടുകളിൽ പല രൂപത്തിലും പ്രയാസപ്പെടുത്തുന്നവരുണ്ട്. പള്ളിയിലേക്ക് കയറ്റിയില്ലാതെ വരും, ഖബർസ്ഥാനിലേക്ക് കയറ്റിയില്ലാതെ വരും, പല രൂപത്തിലുമുള്ള പീഡനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ പല നാട്ടുകളും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ അല്ലാഹു നമുക്ക് പറയാം, നമ്മുടെ ഏത് പ്രയാസങ്ങളിലും അല്ലാഹുവിൽ ശരണം തേടുക എന്നുള്ളതാണ്. അവിടെ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ കൊല്ലുകയാണോ? അതഖ്തുലുന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിൻ റബ്ബികും. നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ തെളിവുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ആ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു തരികയാണ്. വഅയ്യബു കാദിബൻ ഫഅലൈഹി കദിബ്. അദ്ദേഹം കളവ് പറയുന്നവനാണെങ്കിൽ ആ കളവ് പറഞ്ഞതിന്റെ കുറ്റം അയാൾക്ക് തന്നെ ഉണ്ടാവും. ഈ മൂസാ നബി പറയുന്നത് സത്യമാണെങ്കിലോ യുസിബുക്കും, നിങ്ങൾക്ക് ബാധിക്കുന്നതാണ്. അദ്ദേഹം താക്കീത് നൽകുന്ന ശിക്ഷകൾ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിന്ന് വന്നേക്കാം എന്നാണ്. അപ്പോ പ്രവാചകന്മാർ പറയുന്നതിന് വിരുദ്ധമായി നമ്മൾ ജീവിച്ചാൽ ശിക്ഷ ഈ ലോകത്തുനിന്ന് തന്നെ വന്നേക്കും എന്നുള്ള ഒരു സന്ദേശം അവിടെ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം മൂസാ നബിയുടെ ആളുകളെ ഭയപ്പെടുത്തിയത്, ഫിർഔനിന്റെ ആളുകളെ ഭയപ്പെടുത്തിയത്, അവിടെ മൂസാ നബി മാത്രമേ ഉള്ളൂ കൊട്ടാരത്തിൽ ആ സന്ദർഭത്തിലുള്ളൂ, ബാക്കിയൊക്കെ അവരുടെ കുടുംബമാണ്. അവിടെ വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയത് എന്താണ്? വഖാലല്ലദീ ആമന, വിശ്വാസിയായ അദ്ദേഹം പറഞ്ഞു, യാ ഖൗം ഇന്നി അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുകയാണ്. മിസ്ല യൗമിൽ അഹ്സാബ്, അഹ്സാബിന്റെ ദിവസം, സഖ്യകക്ഷികളുടെ ദിവസം, എല്ലാ കൂട്ടങ്ങൾക്കും ശിക്ഷ വന്നതായ കാര്യത്തെ കുറിച്ച് എന്നാണ്. മിസ്ല ദഅബി ഖൗമി നൂഹിൻ വആദിൻ വസമൂദ വല്ലദീന മിൻ ബഅദിഹിം. ആരെപ്പോലെയുള്ള കാര്യങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വന്നതുപോലെ, ആദ് സമുദായത്തിന് വന്നതുപോലെ, സമൂദുകാർക്ക് വന്നതുപോലെയൊക്കെയുള്ള അവരുടേതായ നാശത്തെ പോലെയുള്ളത് നിങ്ങൾക്കും വരും എന്നുള്ളത് ഞാൻ ഭയപ്പെടുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല തൊട്ടടുത്ത ആയത്തിൽ വീണ്ടും പറയാ, ഖൗമി ഇന്നി അഖാഫു അലൈക്കും യൗമത്തനാത്ത്, ദുനിയാവിൽ നിന്ന് ശിക്ഷ വരുമെന്നതിനപ്പുറം നാളെ പരലോകത്തും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭയാനകരമായ ശിക്ഷകൾ വരുമെന്നുള്ളതും അദ്ദേഹം പറയുകയാണ്. ഞാനത് ഭയപ്പെടുകയാണ് എന്ന്. അപ്പൊ അതിലൂടെ സന്ദേശം നൽകുന്നത്, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ജീവിച്ചാൽ ഈ ലോകത്തു നിന്നും ശിക്ഷകൾ വരാം, നാളെ പരലോകത്ത് നമുക്ക് ശിക്ഷകൾ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലാഹുവിന്റെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തിക്കോളൂ, പ്രവാചകനെ അംഗീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അടുത്തതായി അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത് നമുക്ക് ഇന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിർഔനും നാട്ടുകാരും ക്ഷണിച്ചത് എങ്ങോട്ടേക്കാം? ഞാനാണ് അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമനായ രക്ഷിതാവ്, ഞാനാണ്. മാലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ മറ്റൊരു ആരാധ്യം നിങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞ ഫിർഔൻ, ആ ഫിർഔനെ ക്ഷണിച്ചത്, ഫിർഔൻ വലിയ ആളാണ്, എല്ലാം നിയന്ത്രിക്കുന്നതും കാര്യങ്ങളൊക്കെ അവന്റെ കയ്യിലാണ് എന്നൊരു വിശ്വാസത്തിലേക്കാണ്. ആ വിശ്വാസം പോലെ നമ്മൾ ആലോചിച്ചോക്ക്, നമ്മുടെ നാടുകളിലും ഇന്നും പല ആളുകൾക്കും പല കഴിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെന്നും അവരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതെന്നും വിശ്വസിക്കുന്നതിലേക്ക് നമ്മുടെ നാട്ടിലുള്ള വിവരമുള്ളവരായ പണ്ഡിതന്മാർ നമ്മളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തെ പറ്റി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? വതദഊനനി ലിഅഗ്ഫറ ബില്ലാഹി വഉശ്രിക ബിഹി മാ ലൈസ ലീ ബിഹി ഇൽം വഅന അദഊകും ഇലൽ അസീസിൽ ഗഫാർ. ആ വ്യക്തി പറയാൻ, നിങ്ങൾ എന്നെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് തദഊനനി ലിഅഗ്ഫറ ബില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ നിഷേധിക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത ധർമ്മനിഷേധിയായി ജീവിക്കാനാണ് നിങ്ങൾ എന്നെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഇതൊക്കെ പടച്ച റബ്ബിന്റെ അടുക്കലാണ് എന്നുള്ള വിശ്വാസം ആണ് ശരിക്കും നമുക്കുണ്ടാവേണ്ടത്. അത് ഒഴിവാക്കിയിട്ട് അള്ള കൊടുത്ത കൈ കൊടുത്ത ആൾക്കാരാണ് വേറുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. മാത്രമല്ല അതിനപ്പുറമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരാള് ഒരു ഔലിയ അറിയണം എന്ന ഒരു ധാരണ എത്ര അതിനേക്കാൾ വലുതല്ലേ? ഒരു ഉസ്താദ് അറിയാതെ അല്ലാഹു പോലും ഒരു കാര്യം ചെയ്യില്ലെന്ന് പറയുന്ന മുസ്ലിം ലോകം
എത്രമാത്രം അതെ കൊണ്ടുപോകുന്നത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്ന കഴിവ് അള്ളാഹു അല്ലാത്തവർക്കുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിനുള്ള കഴിവല്ലേ അത്? എവിടുന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് അള്ളാഹുവിനുള്ളതല്ലേ? അത് മറ്റൊരാളിലേക്ക് എനിക്ക് വ്യക്തമായ ഒരു തെളിവില്ല. അള്ള പറഞ്ഞു തരണം. അള്ള പറഞ്ഞാ ചെയ്യുക. അത് നമ്മളെ തെളിവ് ചിലപ്പോ മുജാഹിദുകളായ ആളുകൾക്ക് തന്നെ അതിലും പറയുന്നുണ്ട്. ശിർക്കായിരിക്കും, വേറെ ആലോചിച്ചാൽ ശിർക്കായിരിക്കും, പക്ഷെ അത് ശിർക്കാവൂല. ഉദാഹരണമായിട്ട് ശിർക്കായ കാര്യം എങ്ങനെയാ മനുഷ്യന്മാർക്ക് കൊടുക്കുക എന്നാണ് ചില ആൾക്കാർ ചോദിക്കുന്നത്. ശിർക്കായ കാര്യമല്ല, അത് മോചിതത്തുകളാണെങ്കിൽ ആ ഒരു കാര്യം അങ്ങനെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഉദാഹരണമായിട്ട് മരിച്ചവരെ ജീവിക്കാനുള്ള കഴിവ് അല്ലാഹുവിന് മാത്രമുള്ളതാണ്, ഉറപ്പാണല്ലോ. പക്ഷെ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തു. ഒരാൾ ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ച് കിടക്കുകയാണെങ്കിൽ എന്റെ പിതാവിനെ ഒന്ന് ജീവിപ്പിച്ചു തരണേ എന്ന് ആവശ്യപ്പെട്ടാൽ അത് ശിർക്കാവുകയില്ല. അപ്പൊ തെളിവുണ്ടെങ്കിൽ എന്നാണ്, വ്യക്തമായ രേഖയുണ്ടെങ്കിൽ, പ്രമാണമുണ്ടെങ്കിൽ, അതില്ലാതെയാണ് നിങ്ങൾ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എങ്ങോട്ടേക്കാ? ഇസ്സത്തുള്ളവൻ, പ്രതാപമുള്ളവൻ, ശക്തൻ, എല്ലാത്തിനും കഴിവുള്ളവൻ. അതിനല്ലേ ഖുർആനിൽ ചരിത്രങ്ങൾ നമ്മൾ മുമ്പിൽ വെച്ചത്? അല്ലാഹ് കഴിവുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, നമ്മൾ നിസ്കരിക്കാത്ത പാപങ്ങൾ ഒരുപാട് തെറ്റ് നമ്മൾ പ്രാർത്ഥിച്ചാൽ എങ്ങനെ പടച്ചോ കേൾക്കോ? പടച്ചറപ്പ് ഏത് തെറ്റ് ചെയ്തവന്റെയും പ്രാർത്ഥന കേൾക്കുന്നവനാണ് ഗഫാർ എന്ന് പറയുള്ളൂ. ഗഫാർ എന്ന് പറഞ്ഞാൽ എത്ര തെറ്റ് ചെയ്താലും പടച്ചോനെ പുറത്ത് തന്നെ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കുന്നവനാണ് ഗഫാർ. അങ്ങനെയുള്ള ഗഫാറിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും നശിപ്പിക്കാൻ തീരുമാനിച്ച റജുലുൻ മുഅ്മിൻ. ഫസതദ്കുറൂന മാ അഖൂലു ലക്കും, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ഓർക്കും. ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഏത് പ്രതിസന്ധിയിലും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി വരാം. നമുക്കിപ്പോ ഇങ്ങനത്തെ രാജാക്കന്മാരുണ്ടായിക്കോണമെന്നില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഭരണാധികാരികൾ ഇവിടെ വന്ന് ഇത്തരം പീഡനങ്ങൾ നമ്മുടെ നാട്ടിലും വന്നു വരാം. വരാതിരിക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പക്ഷേ ജീവിതത്തിലുള്ള ഈ ജീവിക്കുന്ന മേഖലകളിൽ ഒരുപാട് പ്രയാസങ്ങൾ പലർക്കും വരുന്നുണ്ട്. മനസ്സിനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന, ദുഃഖത്തിലാക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ പടച്ചറപ്പ് ഒരു വ്യക്തിയില്ലാത്ത രൂപത്തിൽ നടത്തുന്ന കാര്യങ്ങളാകും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ എത്ര ആളുകളാണ് കടലിൽ പോകുന്ന ആൾക്കാർ. കടലിൽ പോകുന്നവർക്ക് എത്ര പ്രയാസങ്ങളാണുള്ളത്, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. ആ ബുദ്ധിമുട്ടുകൾ മുഴുവൻ ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സന്ദർഭത്തിൽ എന്റെ കാര്യം ഞാൻ എന്റെ രക്ഷിതാവിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതാണ് അദ്ദേഹം ചെയ്തത്. അതാണ് നമുക്ക് ഖുർആൻ പറഞ്ഞത്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പടച്ച റബ്ബിൽ ഏൽപ്പിക്കും. എങ്കിലോ ആ മനുഷ്യനെയും വിശ്വാസിയെയും കൊല്ലാൻ അവർ ഒരുങ്ങിയതാണ്. അവർ അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി തന്ത്രം പ്രയോഗിച്ചിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വധിക്കുന്നതിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്ന ഖുർആൻ നമ്മളെ പറഞ്ഞത്. എങ്ങനെയൊന്നും ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്തായിരുന്നാലും അതിനും അവർക്ക് സാധിച്ചില്ല എന്നാണ്. എന്താണ് ഈ കഥ പറയുന്നത്? പടച്ച റബ്ബാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. പിന്നീട് ഉള്ള ചരിത്രം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു, വൗഹൈനാ ഇലാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യം വിട്ടു പോകാൻ പറഞ്ഞു. വജാവസനാ ബി ബനി ഇസ്രായീൽ ബഹർ. അങ്ങനെ അവർ സമുദ്രം ചെങ്കടലിന്റെ അരികിലേക്ക് അവരെ ഫിർഔൻ പിന്തുടർന്നു എന്നാണ്. ഫിർഔനും അദ്ദേഹത്തിന്റെ സമൂഹവും പിന്തുടർന്ന ചരിത്രം നമുക്ക് അറിയുന്നതാണ്, കേട്ടതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് കടലിനെ പിളർത്തിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെട്ടു. കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുകൊണ്ട് പറയുന്നത്. അതും അല്ലാഹു അവർക്ക് രക്ഷ ഉണ്ടാക്കി കൊടുത്ത അല്ലാഹു കൂടെ ഉണ്ട്, അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. ഇനി നോക്കി നിങ്ങൾ ഒരു സംഭവം കൂടി അല്ലാഹു നമ്മളെ മുമ്പിൽ വെക്കണം. ഇതൊക്കെ ഈ മൂസാ നബിയുടെ ചരിത്രം കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവണം എന്താണെന്നല്ലോ. ഇപ്പൊ നമ്മൾക്ക് അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കണം, നോമ്പ് വെക്കണം, പടച്ചോനനുസരിച്ച് ജീവിക്കണം, ഇവിടെ അഹങ്കരിക്കരുത്, അഹങ്കാരികളാവരുത്, എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണെന്നൊക്കെ പറഞ്ഞത്.
ഒന്നും ഓർമ്മയില്ലാതായിരിക്കും നമ്മളിൽ പല ആൾക്കാരും ജീവിക്കുക. എന്നാലേ ഇതേ ഫിർഔൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചു. അതുകൊണ്ട് എന്റെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ രക്ഷപ്പെടൂല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ഹദീസും ഖുർആനും എതിരല്ലേ എന്ന് ആരും വിചാരിക്കണ്ട. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? ഫിർഔൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ പറയാ, സൂറത്ത് യൂനുസിലെ 90-ാമത്തെ ആയത്തിൽ പറയാ, ഹത്താ ഇദാ അദ്റകഹുൽ ഗർഖ് ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. അങ്ങനെ അവരാ വെള്ളത്തിൽ മുങ്ങി മരിക്കാറായപ്പോൾ അയാൾ പറയുകയാണ്, ആമൻതു, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. എന്താ ഞാൻ വിശ്വസിച്ചത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേൽ വിശ്വസിച്ച ഇലാഹല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഇനി അവിടെ വേറെ മൂല്യന്മാർ വെച്ചുകൊണ്ട് അത് വേറെ ഇലാഹില വിശ്വസിച്ചെന്ന് പറയാൻ പറ്റില്ല. ബനൂ ഇസ്രായേൽ വിശ്വസിച്ച അതേ ഇലാഹിൽ തന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് ഫിർഔൻ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത്. അല്ലാഹു പറഞ്ഞു, وقد عصيت قبل وكنت من المفسدين. ഇപ്പോഴാണോ പറയുന്നത്? വിശ്വാസികൾക്ക് എന്താണെന്നറിയുന്നത്? മരണം തൊണ്ടക്കുഴിയിലേക്ക് എത്തിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അതെല്ലാരും പറയുന്നതാണ്. സൂറത്ത് മുനാഫിഖൂന്റെ അവസാനത്തിലൊക്കെ പറഞ്ഞില്ലേ, മരണം കണ്ട് വരുന്ന സമയത്ത് ഓരോരുത്തർ പറയും, എന്ത്, ഞാൻ സദഖ കൊടുത്തോളാം, ഞാൻ നല്ല മനുഷ്യനായിക്കോളാം. പക്ഷേ നന്നാകുന്ന കാര്യവും നല്ല വാക്കുകളും ലായിലാലതൊക്കെ നമ്മൾ എവിടുന്ന് പറയും? തൊണ്ടക്കുഴിയിലേക്ക് എത്തിയാ പറയും. അതിന്റെ മുമ്പാണ് തൗബ വേണ്ടത്, പശ്ചാത്താപം വേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. മരിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഫിർഔൻ മരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ തൊണ്ടക്കുഴിയിൽ മരണം എത്തിയിട്ട് അത് ഉപകരിക്കുകയില്ലെന്നാണ് ആ പറഞ്ഞിട്ടുള്ളത്. മുമ്പ് നീ ധിക്കാരിയായി ജീവിച്ചു, നീ തോന്നിവാസിയായി ജീവിക്കുകയും ചെയ്തില്ലേ എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നാം നമ്മുടെ ജീവിതം നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടില്ലേ, എത്ര മോശപ്പെട്ട ആൾക്കാരായിരുന്നു, എത്ര പ്രയാസപ്പെട്ട ആൾക്കാരായിരുന്നു. രണ്ടും മോശപ്പെട്ട ആൾക്കാരെ നശിപ്പിച്ചു, പ്രയാസങ്ങൾ സഹിച്ചവർക്ക് ഭൂമി അനന്തരമായി നൽകി, അവരെ ഏറ്റവും ഉത്തമ സമൂഹമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ആ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അൽദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. തഖ്വല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉപദേശിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ മുഹറം 10 ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാടുകളിൽ കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, നഹിസായ ദിവസങ്ങളാണെന്ന്. അതുമായി ബന്ധപ്പെട്ട അത്തരം വിശ്വാസങ്ങളൊക്കെ വരുത്തിയത് ശിയാക്കളാണ്. അങ്ങനെ അവർക്ക് വരാനുള്ള കാരണം മുഹറം 10 അന്നാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മരിച്ചത്. കാരണം അദ്ദേഹത്തെ ആ മരണവും ഒരു വലിയ ചരിത്രമായിരുന്നു. ആ ചരിത്രത്തിന്റെ പിന്നിലും ഞാൻ നേരത്തെ പറഞ്ഞ കാലം കറങ്ങി വരും. അദ്ദേഹത്തെ കൊന്ന ആളുകളെയൊക്കെ വീണ്ടും കൊന്ന സംഭവമാണ് നമുക്ക് ചരിത്രത്തിൽ കാണുന്നത്. കൂഫക്കാരായ ആളുകൾ അങ്ങോട്ടേക്ക് ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞിരുന്നു, അവിടെ നിന്നാണ് കുഴപ്പമുണ്ടാകുക, ഫിത്ന ഉണ്ടാകുക. അതേ ഇറാഖിൽ നിന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹു മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകനെയാണ് മരിക്കുന്നതിന് മുമ്പ് തന്നെ യസീദിനെയാണ് ഖലീഫയായി നിശ്ചയിച്ചത്. പക്ഷെ അത് ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ഖലീഫ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരും, ഞങ്ങൾ ഇവിടെ ഖലീഫയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൂഫയിൽ നിന്ന് കുറേ ആളുകൾ കത്തെഴുതി, 400-ലധികം ആളുകൾ. അപ്പൊ അങ്ങോട്ടേക്ക് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതൃ സഹോദരന്മാരെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിം ഇബ്നു ഉഖൈലിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം പോയി അവിടുന്ന് ആളുകളൊക്കെ അലി ഹുസൈൻ റളിയല്ലാഹു അൻഹു ബൈഅത്തെടുത്തു. എന്നാൽ ബൈഅത്തെടുക്കാൻ ഖലീഫയായിട്ട് ഞങ്ങൾ അംഗീകരിക്കാറുണ്ട്. ഈ വിവരം അന്നത്തെ കാലത്തെ ഖലീഫയുടെ ഗവർണർ അറിഞ്ഞു.
ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് അദ്ദേഹം അറിഞ്ഞപ്പോ അവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് അവരെ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി. അങ്ങനെ വീണ്ടും ചതിച്ചു. അങ്ങനെ മുസ്ലിം ഇബ്നു ഒക്കൈലിനെ പിടിച്ചു ഭരണാധികാരി, ഗവർണർ. അങ്ങനെ അദ്ദേഹത്തെ കൊന്നു. അപ്പോഴേക്കും നിങ്ങൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമിന് ഒക്കയില് കത്തെഴുതിയിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മക്കയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടുന്ന് പോരുന്നത്. ഒരുപാട് സഹാബിമാര് പ്രഗത്ഭരായ ആൾക്കാർ പോണ്ട, കൂഫക്കാർ ചതിക്കും എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം പോവുകയായിരുന്നു. വഴിയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മരണവാർത്തയും കൂടി അറിഞ്ഞപ്പോ നമുക്ക് മടങ്ങാമെന്ന് കുറച്ചാൾക്കാർ, മടങ്ങണ്ട പോകന്നെ വേണ്ട എന്ന് പറഞ്ഞ് കുറച്ചാൾക്കാരും അങ്ങനെ വീണ്ടും പോയി. കർബല എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അത് മുഹറം 10 ദുഹൂർ നമസ്കാര സമയത്ത് ചരിത്രത്തിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ ടീമും നിസ്കരിച്ചു. ഒരാൾ ഇമാമത്തിൽ നിന്ന് എല്ലാവരും നിസ്കരിച്ചു. ആയിരക്കണക്കിന് ആൾക്കാരാണ് അപ്പുറത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇവിടെ ഏകദേശം കുറച്ചാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 77 ആളുകളാണ് നബി കുടുംബത്തിലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ നിന്ന് 77 ആളുകൾ ആ യുദ്ധത്തിൽ മരണമടഞ്ഞു. സ്ത്രീകളല്ലാത്ത ആൾക്കാർ, സ്ത്രീകളെ അവർ കൊണ്ടുപോയി. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം നടന്ന യുദ്ധമാണ് കർബല യുദ്ധം എന്നതുകൊണ്ട് ഭൂമി മലിനമായി പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തല അന്ന് എടുത്തു കൊണ്ടുപോവുക ചെയ്തിട്ടുണ്ട്, മുറിച്ച് ദമസ്കസിലേക്ക് കൊടുത്തയച്ചു എന്നൊക്കെയാണ്. എവിടെയാ മറവ് ചെയ്ത് എന്നതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ചരിത്രങ്ങളിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവം നടന്നുകൊണ്ട് ഭൂമി മലിനമായതുകൊണ്ട് ഷിയാക്കളായ ആളുകളെ ഉണ്ടാക്കിയെടുത്ത കുറെ ആചാരങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന പല രംഗങ്ങളും. ഈ മുഹറത്തിലെ ഈ രൂപത്തിൽ നഹ്സിന്റെ ദിവസങ്ങളാക്കി മാറ്റിയതും അതേപോലെ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കിയത് കൊണ്ട് വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസം പവിത്രതയുള്ള മാസം. ആ പവിത്രതയുള്ള മാസത്തിൽ പുണ്യങ്ങൾ ചെയ്താൽ പ്രതിഫലങ്ങൾ എല്ലാ മാസത്തിലും ഉണ്ടെങ്കിലും കൂടുതൽ പ്രതിഫലങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുള്ള മാസമായത് പല അക്രമങ്ങൾ അല്ലാത്ത മാസങ്ങളിലും പാടില്ല. ഒന്നുകൂടി അക്രമങ്ങൾ നടത്തിയാൽ കുറ്റങ്ങൾ കൂടുന്ന മാസവുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ദിവസം മുഹറം 10 അന്നായതുകൊണ്ട്, മുഹറം 10 നമുക്കറിയാം മൂസാ നബിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടാണല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞല്ലോ നോമ്പ് നോൽക്കുന്നതൊക്കെ. എന്നാൽ ഇവര് അതൊരു ദുഃഖാചരണമാക്കി വേറെ രൂപത്തിലേക്ക് മാറ്റി കൊണ്ടുപോയി ഷിയാക്കൾ. അതുകൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥമായ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അന്ന് ആ കൊലക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും അടുത്ത് വന്ന തൊട്ടടുത്ത് തന്നെയുള്ള ഭരണാധികാരി വന്ന് കൊന്നു എന്നുള്ള ചരിത്രം ഞാൻ പറഞ്ഞ കുറെ നീണ്ടുപോകുന്നതുകൊണ്ടാണ് പറയാത്തത്. എന്ന് വെച്ചാൽ തിരിച്ചു വരുമെന്നാണ്. ഇതൊക്കെ ചരിത്രത്തിൽ എപ്പോഴും നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രയാസം നമ്മുടെ ദുനിയാവിൽ എന്തെങ്കിലും കാര്യത്തിൽ വന്നാലും നമുക്കതിൽ സങ്കടം വേണ്ട. ഇതൊക്കെ മാറും, പടച്ചോത്തിനൊരു മാറ്റം ഉണ്ടാക്കും എന്ന വിശ്വാസം നമുക്കുണ്ടായി അള്ളാഹുവിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ പടച്ചറപ്പ് നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കറിയാം നമ്മളിൽ പല ആളുകളും കടലിലാണ് ജോലി ചെയ്യുന്നത്. അള്ളാഹു അവർക്കൊക്കെ എല്ലാ നിരക്കും തന്നെ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി സമാധാനം അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മളിൽ റിസ്ക് അള്ളാഹു എല്ലാവർക്കും തന്നെ റിസ്ക് അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അസുഖമായി കിടക്കുന്നവരുടെ അസുഖങ്ങൾ അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا